ഇവിടെ ഒരാൾ ഉറങ്ങി എണീക്കുകയാണ്. നോക്കുമ്പോ എന്നത്തെക്കാളും ആ സ്ഥലം വളരെ ശാന്തമായിട്ട് കിടക്കുന്നു. എന്നിട്ട് അയാൾ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. നോക്കുമ്പോ റോഡിലെങ്ങും ആരുമില്ല, കാലിയായിട്ട് കിടക്കുന്നു. അപ്പൊ പോകും വഴി അയാൾ അവിടെയൊക്കെ ആൾക്കാരെ നോക്കുകയാണ്. പക്ഷെ ആരെയും കണ്ടില്ല. പെട്ടെന്ന് റോഡിന്റെ നടുവിൽ ഒരു ടാങ്കർ നിൽക്കുന്ന കാണുന്നു. പേടിച്ച് അയാൾ എങ്ങനെയോ വണ്ടി കൺട്രോൾ ചെയ്ത് സ്റ്റോപ്പ് ആക്കി രക്ഷപ്പെടുകയാണ്. ശേഷം അയാൾ വണ്ടി ഓടിച്ചു പോയതും ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് ആരോ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഉടനെ അയാൾ കാറിൽ നിറങ്ങിയിട്ട് ആ വീടിന്റെ ഡോറ് ചെന്ന് തട്ടാണ്. പക്ഷെ ആരും വന്നില്ല. അങ്ങനെ അയാൾ ഡോറ് പൊട്ടിച്ച് വീട്ടിനുള്ളിൽ കയറി നോക്കിയാല് പകുതി കഴിച്ച ഫുഡ് ടേബിളിലിരിക്കുന്നു. ക്ലോത്ത്സ് എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പൊ അയാൾക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ് ആയിട്ട് പോവുകയാണ്. ശേഷം കാർ എടുത്ത് സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ എപ്പോഴും ബിസി ആയിട്ട് കിടക്കുന്ന സിറ്റി ഇപ്പോ എംറ്റി ആയിട്ട് കിടക്കുന്നു. എന്നിട്ട് അയാൾ കമ്പനിയിലേക്ക് ചെല്ലാണ്. എന്നാൽ അവിടെയും ആരും ഇല്ലാത്തതുകൊണ്ട് അയാൾ ഫോൺ ചെയ്ത് വർക്കേഴ്സിനെ വിളിക്കുകയാണ്. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് അയാൾ കമ്പനിയിലെ കൺട്രോളിംഗ് യൂണിറ്റിലേക്ക് പോയി ചെക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരാൾ ചെയറിലിരിക്കുന്നത് കാണുകയാണ്. ഉടനെ അയാൾ ആ ചെയർ തിരിച്ചു നോക്കിയതും ചെയറിലിരുന്ന ആള് മരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ തിരിച്ച ഫോഴ്സിൽ അയാൾ മറിഞ്ഞ പാനൽ ബോർഡിൽ വീണതും സെക്യൂരിറ്റി സിസ്റ്റം ഓണായി അലാം അടിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ഡോറും ക്ലോസ് ആവുകയാണ്. ഉടനെ അയാൾ അവിടെ നിന്ന് ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ചു വെച്ചിട്ട് ഗ്യാസും തുറന്നു വിടുന്നു. എന്നിട്ട് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് ഒളിച്ചിരിക്കുകയാണ്. നോക്കുമ്പോ പെട്ടെന്ന് അവിടെ ബ്ലാസ്റ്റ് ആയി അതുവഴി അയാൾ പുറത്തിറങ്ങുന്നു. ശേഷം അയാൾ മാത്രമേ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് മനസ്സിലായതോടെ അയാൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യുക, ലക്ഷറി സ്യൂട്ടൊക്കെ എടുത്തിടുക, ട്രെയിന് തനിയെ ഓടിച്ച് കളിക്കുക, ഇതൊക്കെയായിരുന്നു ഫൺ ആക്ടിവിറ്റീസ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഒറ്റയ്ക്ക് ജീവിച്ച് മടുപ്പ് തോന്നിയ അയാൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് പുറത്തൊരു കാലടി ശബ്ദം കേൾക്കുന്നു. ഉടനെ അയാൾ ആരാണെന്ന് നോക്കിയതും അതൊരു പെണ്ണായിരുന്നു. അങ്ങനെ ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന അയാളുടെ മുന്നിൽ ഇപ്പോ ഒരു പെണ്ണ് വന്നിരിക്കുകയാണ്.